നമസ്കാരം. മോർണിംഗ് റൗണ്ടപ്പിലേക്ക് ചില പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരളത്തെ ഭ്രാന്താലയമാക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് വനിതാ മതിൽ ചൊവ്വാഴ്ച. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെള്ളയമ്പലം വരെ 620 കിലോമീറ്റർ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്ത് തീർക്കുന്ന മതിലിൽ 50 ലക്ഷം വനിതകളെ സംഘാടകർ പ്രതീക്ഷിക്കുന്നു. 3 മണിയോടെ വനിതകൾ ദേശീയപാതയിലെ നിശ്ചിത കേന്ദ്രങ്ങളിലെത്തും. 3:45 റിഹേഴ്സൽ. 4 മുതൽ 4:15 വരെയാണ് മതിൽ തീർക്കുക. തുടർന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ യോഗം. കാസർഗോഡ് മന്ത്രി കെ ശൈലജ മതിലിന്റെ ഭാഗമാകും. വെള്ളയമ്പലത്ത് യോഗത്തിൽ മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും പങ്കെടുക്കും. മതിൽ ഒരുക്കുന്ന ജില്ലകളിലെല്ലാം മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. ഇതുവരെ ഉയർന്ന എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടിയാകും വനിതാ മതിലിന്റെ വിജയവും സ്ത്രീ പങ്കാളിത്തവുമെന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ പറഞ്ഞു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 178 സാമൂഹ്യ സംഘടനകളുടെ പ്രാതിനിധ്യമുണ്ടാകുമെന്നും ശ്രീകുമാർ പറഞ്ഞു. വർഗീയ മതിലെന്ന ആക്ഷേപം സമൂഹം തള്ളിക്കളഞ്ഞതായാണ് സമിതിയുടെ വിലയിരുത്തൽ. വനിതാ മതിൽ വിജയമാകുമെന്നതിൽ സംശയമില്ലെന്നും സർക്കാരിന്റെ ഒരു സംവിധാനവും ഇതിനായി ഉപയോഗിക്കുന്നില്ല എന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നവോത്ഥാന സംഘടനകളുടെ യോഗത്തിൽ പറഞ്ഞു. ജനുവരി 1 നവോത്ഥാന മതിലല്ല വർഗീയ മതിൽ തന്നെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താൻ ചോദിച്ച 10 ചോദ്യങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാണ്. കൃത്യമായ മറുപടി നൽകാനാവാതെ ഉരുണ്ടുകളിച്ച മുഖ്യമന്ത്രിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതിലിനുള്ള യോഗത്തിൽ ഹൈന്ദവ സംഘടനകളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുകയാണ്. സമൂഹത്തെ ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഒരു ഭരണകർത്താവ് വേർതിരിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ്. മതിൽ എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് VS അച്യുതാനന്ദൻ, മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, AK ബാലൻ, സംഘാടകർ തുടങ്ങിയവരെയാണ്. ജാതി സംഘടനകളെ കൂട്ടുപിടിച്ചുള്ള സമരം വർഗസമരത്തിന്റെ വഴിയല്ലെന്നാണ് VS പറഞ്ഞത്. അതിന്റെ അർത്ഥം പിണറായിക്ക് മനസ്സിലായിട്ടില്ല. വനിതാ മതിലിന് നിമിത്തമായത് ശബരിമല വിഷയത്തിലെ സുപ്രീം കോടതി വിധിയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. ശബരിമലയുമായി ബന്ധമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും AK ബാലനും സംഘാടകരും പറയുന്നു. ഏതാണ് വിശ്വസിക്കേണ്ടത്? സ്ത്രീത്വത്തെക്കുറിച്ച് വാചകമടിക്കുന്ന മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ബിജിയുമായി സംസാരിക്കാൻ 1 മിനിറ്റ് നീക്കിവെക്കാമായിരുന്നു. VS എന്തു പറഞ്ഞാലും കാനം രാജേന്ദ്രൻ അതേപടി വിശ്വസിക്കുമായിരുന്നു. തിരിച്ചും അങ്ങനെയായിരുന്നു. ഇപ്പോൾ കാനത്തിന്റെ മനം മാറിയെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സമരരംഗത്തുള്ള BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടുകളെ തള്ളി കേന്ദ്ര സാമൂഹിക ക്ഷേമ സഹമന്ത്രി കൃഷൻ പാൽ ഗുർജർ. നിയമവാഴ്ചയുള്ള നാട്ടിൽ കോടതി വിധി നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സുപ്രീം കോടതി വിധി എന്താണോ അത് നടപ്പാക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ BJPയുടെ നിലപാട് മറ്റൊന്നാണല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഇവിടുത്തെ നേതാക്കളോട് ചോദിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വനിതാ മതിൽ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പരിപാടികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ടെന്നും അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ കേന്ദ്രമന്ത്രിയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. മുത്തലാഖ് നിരോധന ഓർഡിനൻസിന് പകരമുള്ള ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും. ബില്ലിനെതിരെ വോട്ട് ചെയ്യാനാണ് കോൺഗ്രസ് ഉൾപ്പെടെ 10 പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. രാജ്യസഭയുടെ അജണ്ടയിൽ 2ാമത്തെ ബില്ലായാണ് മുത്തലാഖ് ബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഭയിൽ ഹാജരാകാൻ കോൺഗ്രസും BJPയും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. 116 MPമാർ ബില്ലിനെതിരെ വോട്ട് ചെയ്യാനാണ് സാധ്യത. അതേസമയം ലോക്സഭയിൽ റഫാൽ ഇടപാടിൽ JPC രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധവും കോൺഗ്രസ് തുടരും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രകൃതിക്ഷോഭത്തിലുള്ള ചർച്ച ഇന്നും ലോക്സഭയുടെ അജണ്ടയിലുണ്ട്. നേരത്തെ 11-നെതിരെ 245 വോട്ടിന് ലോക്സഭ മുത്തലാഖ് ബില്ല് പാസാക്കിയിരുന്നു. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. ഓർഡിനൻസിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് 2ാമത് ബിൽ കൊണ്ടുവന്നത്. എന്നാൽ പ്രതിപക്ഷം ഒന്നടങ്കം ബില്ലിനെ ലോക്സഭയിൽ എതിർക്കുകയായിരുന്നു. അതിനാൽ തന്നെ രാജ്യസഭയിൽ ഇത് പാസാകാൻ സാധ്യത ഇല്ല എന്നാണ് വിലയിരുത്തൽ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ടർക്കിഷ് മാധ്യമപ്രവർത്തകരുടെ പുസ്തകം. ആസൂത്രിതമായി സൗദി ഭരണകൂടം ഖഷോഗിയെ വകവരുത്തുകയായിരുന്നു എന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ. ഡിപ്ലോമാറ്റിക് അട്രോസിറ്റി, ദ ഡാർക്ക് സീക്രട്ട് ഓഫ് ഖഷോഗീസ് മർഡർ എന്ന പുസ്തകത്തിലാണ് സൗദിയെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ. ഈ വർഷം ഒക്ടോബർ 2-നാണ് തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് ഖഷോഗിയെ കാണാതാകുന്നത്. പ്രത്യേക പരിശീലനം കിട്ടിയ 15-അംഗ സംഘമാണ് ആസൂത്രണം പിഴയ്ക്കാതെ കൊലപാതകം പൂർത്തിയാക്കിയതെന്ന് പുസ്തകത്തിൽ പറയുന്നു. കൊലപാതക ശേഷം മൃതദേഹം വിദഗ്ധമായി നശിപ്പിക്കുകയായിരുന്നു ഇവരുടെ ദൗത്യമെന്നും പുസ്തകത്തിൽ ആരോപിക്കുന്നു. ഖഷോഗിയുടെ മൃതദേഹം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നത് വ്യക്തമായ ആസൂത്രണം നടന്നു എന്നതിന് തെളിവുമാണെന്നാണ് ആരോപണം. സൗദി രാജകുമാരൻ മുഹമ്മദ് ഇബ്നു സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം എന്ന ആക്ഷേപങ്ങൾ ബലപ്പെടുത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. അതേസമയം പുസ്തകത്തോട് സൗദി സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മോർണിംഗ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നൂൺ റൗണ്ടപ്പ് 2 മണിക്ക് കാണാം.